അപ്പോൾ നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ച യഥാർത്ഥത്തിൽ അതിൻ്റെ അനുബന്ധമായി തന്നെ ഇന്ന് നമുക്കത് തുടരാൻ പോകുന്നു. കാരണം ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ് കോൺഫറൻസ് പത്രങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഈ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്ന അഭ്യാസം എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന പേരിൽ ഒരു രേഖ നമ്മുടെ ധനകാര്യമന്ത്രി അങ്ങ് അവതരിപ്പിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അധികാരമേറ്റതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ കർമ്മപരിപാടികളാണ് നടത്തുന്നത്, അതിൻ്റെ വരവ് ചിലവ് കണക്കുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ആ തരത്തിൽ ഈ നിർമ്മാണപരവും മറ്റുമായിട്ടുള്ള പരിപാടികളുടേതായിട്ടുള്ള വിവരങ്ങൾ തന്നു കഴിഞ്ഞ് അതിനെപ്പറ്റി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയും അത് അവസാനിക്കുക ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല. അപ്പോൾ നിയമനിർമ്മാണ സഭ ഇവിടെ ഉണ്ട്, ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റാണ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം മുഖ്യമന്ത്രി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് കൂട്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതോ അല്ലാത്തതോ ആയ ചില കർമ്മപരിപാടികൾ അദ്ദേഹം സ്വന്തം നിലയിൽ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എങ്കിൽ പിന്നെ ഈ ബഡ്ജറ്റ് ഇതിനെ അവതരിപ്പിച്ചു. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിന് കൃത്യമായൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്യാൻ കഴിയാവുന്നത് എന്ന് ഗവൺമെൻറ് കരുതുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള വിവരണമാണ്. അതിൻ്റെ വരവ് ചിലവ് കണക്കുകളാണ് ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അത് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റ് അവതരണം എന്ന നിരത്തിൽ നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണിത്? ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ ഫിനാൻസ് മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ലെന്നാണോ, അതോ ഇദ്ദേഹത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ഉണ്ടെന്നാണോ? അതിപ്പോൾ 2434 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അദ്ദേഹം ഇന്നലെ അവതരിപ്പിച്ചു. അതായത് ചിലവ് മാത്രം അവതരിപ്പിച്ചാൽ മതിയല്ലോ, ബഡ്ജറ്റ് ആവുമല്ലോ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിനു മുമ്പ് ധനകാര്യമന്ത്രിയുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയുടെ, അതായത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിയമനിർമ്മാണ സഭയുടെ ഒരു അവകാശ ലംഘനമായി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നിയമനിർമ്മാണ സഭയുടെ മാത്രമല്ല, മന്ത്രിസഭയുടെ അവകാശ ലംഘനം. അതായത് 25,000 ഹെക്ടർ ഭൂമിയിൽ കൃഷി നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്ക് കൃഷി വകുപ്പിൽ അതിനെപ്പറ്റിയുള്ള ഒരു പ്രോസസ്സിങ് നടക്കണം. അത് ആ പ്രോസസ്സിങ്ങിലൂടെ സെക്രട്ടറിമാരുടെ കൈകളിലൂടെ അപ്രൂവലായി ക്യാബിനറ്റിൽ വരണം, ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് അത് പ്രഖ്യാപിക്കാൻ പറ്റും. അതാണ് നിയമവ്യവസ്ഥ. അപ്പോൾ അതുപോലെ ഇപ്പോൾ PWDയുടെ 9 റോഡുകൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അമ്മായിയപ്പനും മരുമോനും ഒക്കെ വീട്ടിലാണ്, മരുമോൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ട് ഞാനതങ്ങ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് അമ്മായിയപ്പൻ കയറിയിരുന്നത് പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വീട്ടിലാകാം. പക്ഷേ ഇത് ഒരു പൊതുസ്ഥലമാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ വളരെ ലീഗലായിട്ട് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടെ ഭരണഘടനാനുസൃതമായിട്ട് ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ അതിലംഘിച്ചുകൊണ്ട് പറഞ്ഞില്ല. ഇപ്പോൾ അതുപോലെ സെപ്പറേറ്റായിട്ട് വീണ്ടും ഈ മെഡിക്കൽ മേഖലയിൽ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പ്രസ്താവന. ഇത് വിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റി ഇപ്പോൾ ഇദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ദൈവമാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റാണ്, നമുക്കത് മതി എന്നുള്ളത്. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഈ 25,000 ഹെക്ടർ കൃഷി എന്ന് പറയുന്ന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെടുന്നത്, പിന്നെ കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ദൈവമോ തമ്പുരാനോ ആയിരിക്കാം, അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഈ ആകാശത്ത് നിന്ന് നൂല് വഴി ഇറങ്ങി വന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട്
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റി ഇദ്ദേഹം ആധികാരികമായിട്ട് പ്രസ്താവിക്കേണ്ട കാര്യത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റി അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ ആവശ്യമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അതത് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അത് ചെയ്യേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ വേണം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ നടത്തില്ല, സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഇവിടുത്തെ ഈ പറഞ്ഞില്ലേ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ന ന്യൂനതകളുണ്ട്, അതൊക്കെ പരിഹരിക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ട് മുകളിൽ പോയിട്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുക. ഇതല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ. ആ ഇൻഫ്രാസ്ട്രക്ചർ ഒരു മുൻവിധി പോലെ, അതായത് അതാണൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന തരത്തിൽ അതിനെ കണ്ടിട്ട് എല്ലാത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ആയിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹം ഒരു പ്രത്യേക പ്രസ്താവന കൊടുക്കുന്നു. ഈ തരത്തിൽ 2424 കോടി രൂപയുടെ ഒരു 100 ദിന പരിപാടി. 100 ദിന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിനം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പെടുന്നതല്ലേ? ഒരു സാമ്പത്തിക വർഷത്തിൽ പെടുന്ന 100 ദിനമാണോ അതിൻ്റെ പുറത്ത് നിൽക്കുന്നത്? അപ്പോൾ അത് ഒന്നാമത് ബഡ്ജറ്റിൻ്റെ മേലുള്ള ഒരു കടന്നാക്രമണമാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു ഫിനാൻസ് മിനിസ്റ്ററെ ഇതിൽ പരം അധിക്ഷേപിക്കാനായിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽക്കും മേലെ ഞാനെന്തോ പറയുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ ചാടിക്കയറി നിന്നുകൊണ്ട് ഇത് പറയുന്നത് എന്ത് മര്യാദകേടാണ്, അന്തസ്സില്ലായ്മയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മന്ത്രിസഭാ യോഗത്തിൽ പറയാം, ബഡ്ജറ്റ് രൂപപ്പെടുത്തുമ്പോൾ പറയാം, ബഡ്ജറ്റ് ഉൾക്കൊള്ളിക്കാൻ അടുത്ത 100 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ന കാര്യം. 100 ദിവസം എന്ന് പറഞ്ഞ് ഇത് എന്ത് എന്ത് അർഹതയാണ് ഈ മുഖ്യമന്ത്രിക്ക് 100 ദിവസത്തിനുള്ളിൽ ചെയ്യുമെന്ന് പറയാനായിട്ട്? ഇപ്പോൾ ആയുള്ളൊരു കർമ്മ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്ക്ഡൗൺ. ഇത്രയും അധികാരത്തിലേറിയതിന് ശേഷം ഈ മരംമുറി നേരത്തെ നടക്കുന്നുണ്ട്, കടുംവെട്ട് വേറെ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്താണ്? ലോക്ക്ഡൗൺ. ഇന്ന് 2 ദിവസത്തേക്ക് പുറത്തിറങ്ങുന്നവരെയൊക്കെ ഇത് അറസ്റ്റ് ചെയ്യും, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഉപരോധിക്കുക, ഗുണ്ടാപ്പിരിവ്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് നടത്തിയ ഗുണ്ടാപ്പിരിവ് 132 കോടി രൂപയാണ്. 132 കോടി രൂപ ഗുണ്ടാപ്പിരിവ് നടത്തി. ഇതാണ് ഇദ്ദേഹം ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ. ഇപ്പോൾ സത്യപ്രതിജ്ഞയായിട്ട് കുറച്ച് ദിവസമൊക്കെ ആവില്ല, മെയ് 6-ന് ഇലക്ഷൻ നടന്നത്. ജൂണായി, ജൂൺ 19, 1 മാസത്തോളം ആയി, 1 മാസം കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ ഇദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട കർമ്മ പരിപാടി എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ അയക്കുക, മുറുക്കുക, അയക്കുക, മുറുക്കുക, അയക്കുക, മുറുക്കുക. ഇതിൽ കവിഞ്ഞ് എന്താണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ ഈ പറഞ്ഞിട്ട് 100 ദിന പരിപാടി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ജീവിതത്തെ സാധാരണഗതിയിലാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. ആദ്യം ജീവിതത്തെ സാധാരണഗതിയിലാക്കുന്നതിന് അതിന് മുൻതൂക്കം കൊടുക്കുക. അതാണ് മര്യാദ, സാമാന്യ മര്യാദ. അതായത് ടു റീറ്റെയിൻ നോർമൽസി, ജീവിതത്തിൻ്റെ ഒരു സാധാരണ വ്യവസ്ഥ. അത് നമുക്കിന്നില്ല, അത് അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്, അത് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ കോടി ജനങ്ങളുടെയും ജീവൻ എൻ്റെ ഈ ലോക്ക്ഡൗണിലിരിക്കുകയാണ്. ഞാനത് അയക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. അതായത് നമ്മുടെ കഴുത്തിലാണ് പിടിച്ചിരിക്കുന്നത്, ജീവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ എന്തിന് നിലനിർത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ട് പറയാണ്, മനുഷ്യജീവൻ്റെ കാര്യമല്ലേ, മനുഷ്യജീവനൊക്കെ ഈ ലോക്ക്ഡൗണിനകത്താണ് ഇരിക്കുന്നത്. അതിങ്ങനെ അദ്ദേഹം അയക്കുകയും വികസിപ്പിക്കുകയും സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി. പറയുന്ന ഈ കാര്യങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ ഒരു ലോക്ക്ഡൗൺ എങ്ങനെയാണ്, ഇപ്പോൾ പറഞ്ഞില്ലേ, അതിവ്യാപനമുണ്ടായി, വ്യാപനം കുറഞ്ഞു വരികയാണ്, അത് ലോക്ക്ഡൗൺ ഇങ്ങനെ ലംഘനം ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ, നിങ്ങൾ പ്രത്യേകിച്ച് കൂലി കൊടുത്ത ആൾക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു കൂലി കൊടുക്കും, പറയുന്നതൊക്കെ അപ്പടി വിശ്വസിക്കാൻ വേണ്ടി കൂലി കൊടുത്ത ആളിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചേക്കും, അല്ലാതെ വേറെ ആരും അത് വിശ്വസിക്കില്ല. ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നിങ്ങൾ 100 ദിന പരിപാടി എന്നൊക്കെ പറഞ്ഞ് ബഡ്ജറ്റിനെയും മറികടന്ന്, ഗവൺമെൻറ്റിനെയും മറികടന്ന്, ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിമാരെയും മറികടന്ന്, ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ മറികടന്നിട്ട് അങ്ങനെ ഒരു തരത്തിൽ ഒരു ഏകാധിപതിയെ പോലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ഗവൺമെൻറ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്.
അതിനുപരി നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടുന്നത് നമുക്ക് വേണ്ടത് എന്താണ്? ടു റീഗെയിൻ നോർമൽസി, ജീവിതത്തിൻ്റെ സാധാരണ അവസ്ഥ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതിനെന്ത് ചെയ്യാൻ കഴിയും? ആദ്യം നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിലാക്കുക. നിങ്ങൾ 7,700 തൊഴിൽ ദിനങ്ങൾ 100 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയിട്ട് ഈ 100 ദിനങ്ങൾക്കുള്ളിൽ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും? എത്ര ദിവസം നിങ്ങൾ ലോക്ക്ഡൗൺ ഇളവ് പ്രഖ്യാപിക്കും? നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? നിങ്ങളിപ്പോഴും ലോക്ക്ഡൗണിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇന്നു മുതൽ തുടങ്ങുകയാണ് 100 ദിവസം. ഇന്ന് മുതൽ തുടങ്ങുമ്പോൾ ഇന്നും ലോക്ക്ഡൗണാണ്, നാളെയും ലോക്ക്ഡൗണാണ്. ഇനി ഈ പറഞ്ഞില്ലേ 13 അല്ലെങ്കിൽ 14 നിൽക്കുന്നത് 10 കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പിന്നെ പറയണത് താഴോട്ട് പോകാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ഇല്ലാതാകുകയുള്ളൂ. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ നിങ്ങൾ 100 ദിന പരിപാടി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. എന്താ ഈ പറയുന്നതിന് അർത്ഥം? ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, ലാ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ്റെ മന്ത്രിയാണ്. ലാ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഒരു അസാധാരണ സ്ഥിതിവിശേഷം നിങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിരിക്കുകയാണ്. അത് പിൻവലിച്ചിട്ട് ഒരു സാധാരണത്വം കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാഥമികമായ കർത്തവ്യം. രണ്ടാമത്, സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞു 20,000 കോടി അല്ലെങ്കിൽ 21,000 കോടി രൂപയുടെ ടാക്സ് പിരിക്കാനുണ്ട്. അപ്പോഴാണ് നിങ്ങൾ 2,443 കോടിയുടെ 100 ദിന പരിപാടി, ചിലവ് വരുന്ന പരിപാടി പ്രഖ്യാപിക്കുന്നത്. ആ ടാക്സ് പിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിലും അധികം ടാക്സ് ഉണ്ട്, അതിൻ്റെ ഒരു അക്കൗണ്ടിങ് നടത്തി അത് പിരിച്ചെടുക്കാൻ നിങ്ങൾ സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഇത് നിങ്ങൾ എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യുന്ന, ഈ പറഞ്ഞതിൽ ഒന്നിലും എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു കാര്യവുമില്ല കുഞ്ഞെ. ഒരു കൊച്ചു കുട്ടിയെ പോലെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ കോമാളിത്തരം? ആരെ ബോധിപ്പിക്കാനാണ്? എല്ലാവർക്കും എതുക്കും മീതെ ഞാൻ എന്നുള്ള തരത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ കാണിച്ചു വെച്ചാൽ ശുദ്ധമായിട്ടുള്ള പറഞ്ഞില്ലേ ഒരു രാഷ്ട്രീയ ആഭാസമാണ്. അതായത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ ഗവൺമെൻറ് 100 ദിന കർമ്മ പരിപാടി ഇതായിരിക്കുമെന്നും പറഞ്ഞ് ബഡ്ജറ്റിന് പുറത്ത് കയറി ഇരുന്നുകൊണ്ടൊരു പ്രസംഗം നടത്തേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ഒരു ചീഫ് മിനിസ്റ്ററാണ്, അതോ നിങ്ങൾ ആരുടെ മിനിസ്റ്ററാണ്? ആരുടെ ചീഫ് മിനിസ്റ്ററാണ്? നിങ്ങൾ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാണോ? കേരള ഗവൺമെൻറ് ചീഫ് മിനിസ്റ്ററാണോ? സിവിൽ സൊസൈറ്റികളുടെ ചീഫ് മിനിസ്റ്ററാണോ? അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപാടുണ്ടായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണോ? എന്താണ് ഇതൊക്കെ? ഡിപ്പാർട്ട്മെൻ്റൽ തീരുമാനങ്ങളാണ്. അതൊക്കെ പറയാനുള്ള മര്യാദ ഉണ്ടാകണം. ഇത് നിയമസഭയിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ പല പ്രൊപ്പോസൽസും നിയമസഭയിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 12 റോഡുകൾ വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് നിങ്ങൾ റോഡുകളുടെ കാര്യം സ്ഥിരപ്പെടുത്തിയത്? ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ റോഡുകൾക്ക് പ്രിഫറൻസ് കൊടുത്തത്? 9 റോഡുണ്ടാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ റോഡിന് ഒരു പ്രയോറിറ്റിയുടെ കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ പല പ്രദേശങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾ ഈ 9 റോഡെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്വകാര്യ തീരുമാനം പോലെ എടുക്കാൻ പറ്റില്ലല്ലോ. 9 റോഡെന്ന് പറയാനായിട്ട് PWD അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ PWD ആ തീരുമാനത്തെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള അവകാശം നിയമസഭയ്ക്കുണ്ട്. നിങ്ങൾ ആ തീരുമാനങ്ങൾ നിയമസഭയ്ക്ക് മുമ്പ് വയ്ക്കുക, ചർച്ച വരട്ടെ, അംഗീകരിക്കും, കൈയടിച്ച് പാസ്സാക്കി വിട്ടു തരും. അത് വേറെ കാര്യം, ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അതൊക്കെ കിട്ടും. എന്നാലും ആ ഒരു മര്യാദ പോലും പാലിക്കാതെ ബഡ്ജറ്റിനെ വലിച്ചു കീറിക്കൊണ്ടാണ് പറഞ്ഞില്ലേ. നിങ്ങൾ ബഡ്ജറ്റിൽ ഇൻഡക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഇത് ബഡ്ജറ്റിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയണം, ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയണം. അല്ലെങ്കിൽ ഇത് ബഡ്ജറ്റിന് പുറത്ത് നിൽക്കുന്നതാണെന്ന് പറയണം. ഇത് രണ്ടും പറയുന്നില്ല. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് എന്നതിൽ അംഗീകരിക്കുന്നത്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഈ ബഡ്ജറ്റിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളതാണോ ബഡ്ജറ്റിന് പുറത്ത് നിൽക്കുന്നതാണോ എന്നും പറഞ്ഞ് ഞാനിപ്പോൾ ബഡ്ജറ്റ് എടുത്ത് നോക്കി ഈ പറഞ്ഞില്ലേ ഒരു കടലാസ് വില പോലും ഇല്ലാത്ത ബഡ്ജറ്റ് എടുത്ത് നോക്കി പരിശോധിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അത് പറഞ്ഞില്ലേ അതൊരു വങ്കത്തരമാണ്. ഈ ബഡ്ജറ്റിൻ്റെ ആ ഒരു കടലാസ് പാവപ്പെട്ട ബാലഗോപാലൻ സാധുവായതുകൊണ്ട് അതിങ്ങനെ ഒരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കടലാസ് വില പോലും ഇല്ലെന്നറിയാം. പിന്നെ എന്നാലും അതിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണോ ഇത് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ വേണ്ടേ? അത് ഇൻഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് പറയാൻ എന്താണ് അവകാശം? രണ്ടാമത്തെ ചോദ്യം അതാണ്. മൂന്നാമത്തെ അതൊന്നും അല്ല. നിങ്ങളുടെ ഈ 100 ദിന പരിപാടികളെ പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ ലോക്ക്ഡൗൺ എത്ര ദിവസം നീട്ടിക്കൊണ്ട് പോകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ജീവൻ എൻ്റെ കയ്യിലിരിക്കുകയല്ലേ, അതുകൊണ്ട് ലോക്ക്ഡൗൺ എത്ര കാലം നീട്ടിക്കൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ചോദിച്ചപ്പോഴും പറയണം അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാണ് 100 ദിനം ഒരു ടൈം ബൗണ്ടായിട്ട് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്?
ആദ്യം ഈ പറഞ്ഞില്ലേ, ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് മനുഷ്യന് മര്യാദയ്ക്ക് ജീവിക്കത്തക്ക തരത്തിൽ അവൻ്റെ യാത്രാ അവകാശത്തെ, ആ യാത്രാവകാശമെങ്കിലും അവന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ഒരു മിനിസ്റ്റർ 100 ദിവസത്തിനുള്ള ഒരു കർമ്മപരിപാടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ക്രമസമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനൊരു ക്രമമുണ്ട്, നമ്മുടെ ജീവിതത്തിന്, കേരളീയ ജീവിതത്തിനൊരു ക്രമമുണ്ട്. അതെങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ക്രമത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അടിയന്തരമായിട്ട് ഇദ്ദേഹം ചെയ്യേണ്ടത്, ലോ ആൻഡ് ഓർഡർ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ. രണ്ടാമത് പറഞ്ഞില്ലേ, രണ്ടാമതിനേക്കാളും ആദ്യത്തേത് സാമ്പത്തികമായിട്ട് തകർന്ന് പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. അതിൽ സാമ്പത്തിക കാര്യ വകുപ്പിൽ പിരിച്ചെടുക്കേണ്ടുന്ന നികുതി കുടിശ്ശികയുടെ കണക്ക് വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണോ? ഈ 2434 കോടി രൂപയ്ക്ക് റോഡുണ്ടാക്കുന്ന കാര്യവും ഈ പറഞ്ഞില്ലേ ഹെക്ടർ ഭൂമി ഉണ്ടാക്കുന്ന കാര്യവും 10,000 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നൊരു പ്രശ്നമല്ലേ? അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി പ്രഖ്യാപിക്കേണ്ട കാര്യമല്ലേ? അതെല്ലാം നമ്മൾ തന്നെ അങ്ങ് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കേണ്ട കാര്യം എന്താ? ഇതിനൊക്കെ ഓരോ വകുപ്പുണ്ട്, ഓരോ വകുപ്പിൻ്റെ കീഴിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ലോക്കൽ ലെവൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് വെച്ച് കൊടുപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുണ്ട്. അതിന് മുമ്പ് പല ഘട്ടങ്ങളിലും പല രൂപത്തിലും അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എൻ്റെ മിടുക്കാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതാണെന്നുള്ള മട്ടിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് പറയുന്ന ആ ഒരു പറഞ്ഞില്ല, അതിനെ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അല്പത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, അതിന് അപ്പുറമാണ്. ഇത് പറഞ്ഞില്ല, ഇത് മനുഷ്യ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു ബഡ്ജറ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ആ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒന്നും അവതരിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പറയാൻ ഇത് ബഡ്ജറ്റിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഞാനത് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരം ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഇത് 100 ദിന പരിപാടിയൊന്നും ബഡ്ജറ്റിൽ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അതിനകത്ത് കണ്ടു. നിങ്ങൾക്ക് 100 ദിനം എന്ന് പറയാൻ എന്താ അവകാശം? കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ നിങ്ങളുടെ 100 എങ്ങനെയാണ് ശരിയാകുന്നത്? നിങ്ങൾക്ക് നാളെ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തിട്ട് ജീവിതം നോർമൽ സ്റ്റേറ്റിൽ കൊണ്ടുവരാണെങ്കിൽ, നോർമൽസി നിങ്ങൾക്ക് ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. 25,000 ഹെക്ടർ കൃഷിഭൂമിയിൽ നിങ്ങളെല്ലാവരും ഈ മൂക്കിൽ പഞ്ഞിയും വെച്ചുകൊണ്ട് കൃഷിക്കാരോട് ഇറങ്ങിയെന്ന് കൃഷി ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നടക്കില്ല. റോഡ് വെട്ടുന്നവരൊക്കെ ഈ മുഖംമൂടി തിരിച്ചുകൊണ്ട് ഈ PWDയുടെ പണി ചെയ്യുമെന്നാണ് കരുതുന്നത്. അത് നടക്കില്ല. അത് എവിടെയും കണ്ട് നിങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പലയിടത്തും പല പണിയും നടക്കുന്നുണ്ട്. റോഡിലൊന്ന് ഇറങ്ങി നോക്കണം അവിടെ ആളുകൾ എങ്ങനെയാണ് പണി ചെയ്യുന്നത്. അവരാരും മുഖംമൂടി വെച്ചല്ല പണി ചെയ്യുന്നത്. നിങ്ങൾക്ക് മുഖംമൂടി കച്ചവടം നടത്തണം, നിങ്ങൾക്ക് സാനിറ്റൈസർ കച്ചവടം നടത്തണം, നിങ്ങൾക്ക് പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തണം. അതുകൊണ്ട് നിങ്ങൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ ആളുകളെ തടഞ്ഞു നിർത്തി ഗൂണ്ടാപിരിവ് നടത്തുന്നു. ഇതാണ് നിങ്ങളുടെ ഭരണം എന്ന് പറയുന്നത്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം എന്ന് പറഞ്ഞതാണ്. അതിനിടയ്ക്ക് ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് കൊണ്ടുവന്നു. ബഡ്ജറ്റ് കൊണ്ടുവന്ന് നമ്മളതിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മളതിന് കൊണ്ടുവന്നാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ ആളിലിരിക്കുന്നു. അപ്പോഴാണ് അതൊക്കെ മേലെ ഞാനൊരു പ്രസ് കോൺഫറൻസ് നടത്തി. ഇങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തി പ്രഖ്യാപിക്കേണ്ട, മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തി പ്രഖ്യാപിക്കേണ്ട ഒരു സംഭവവും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നുവെച്ചാൽ ഗവൺമെൻറ് കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളാണ്, കൂട്ടുത്തരവാദിത്തങ്ങളാണ്, ഓരോ വകുപ്പും ചെയ്യേണ്ട ജോലികളാണ്, ഓരോ വകുപ്പിലും അപ്രൂവലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതാണിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ തടി വെട്ടിയത് പറഞ്ഞില്ലേ, അത് റവന്യൂ പറഞ്ഞിട്ടാണോ വനം വകുപ്പ് പറഞ്ഞിട്ടാണോ എന്നുള്ള തർക്കം. ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങളെന്ന് പറയുന്നത്. ആരാണ് ആധികാരികമായിട്ട് ഓരോന്നും തീരുമാനിക്കേണ്ടത്? ഇതെല്ലാം ഞാൻ തീരുമാനിച്ചുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഏത് വകുപ്പ്, അതിൻ്റെ അതിർത്തി ഏതാണെന്ന് വകുപ്പുകൾക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരു അവ്യക്തത ഉണ്ടാകുന്നു. ഈ തരത്തിലുള്ള അരാജകത്വം നടക്കുന്നു, അഴിമതി നടക്കുന്നതിന് കാരണം ഒരു ഗവൺമെൻറ് ഉത്തരവാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഈ അരാജകമായിട്ടുള്ള ഈ അനാവശ്യമായ ഇടപെടലുകളിലെയും നിങ്ങളെ തന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം കൊണ്ട് ഉന്തി കയറ്റിക്കൊണ്ട് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ എന്നുള്ള ആ ഒരു പ്രതിരൂപത്തെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള അഹങ്കാരപൂർണ്ണമെന്ന് പറയില്ല, അവിവേകപൂർണവും
അശ്ലീലവുമായ ഒരു പ്രവർത്തനമാണ്, ഭരണപരമായിട്ട് അശ്ലീലമായ പ്രവർത്തനമാണ്. നിങ്ങളെ കാണുമ്പോഴത്തേക്ക് അറപ്പ് കൊണ്ട് മനുഷ്യൻ കണ്ണു പൊത്തേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു പ്രസ് കോൺഫറൻസാണ് ഇന്നലെ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിയമപരമായിട്ട് നിയമാധിഷ്ഠിതമായിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ സിവിൽ സൊസൈറ്റിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ KM അബ്രഹാമിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണെങ്കിൽ ശരി, ഇതിനിടയ്ക്ക് ഒരു കിഫ്ബിയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഗവൺമെൻറ്റൽ പ്രോജക്ട്സാണ്. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പണം കൊണ്ടാണ്, ഗവൺമെൻറ്റാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനിടയ്ക്ക് കിഫ്ബി ഈ റോഡ് നിർമ്മാണത്തിൽ ഇത്ര അത് പറയേണ്ട കാര്യമില്ല. കിഫ്ബിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, വേറെ പലതും പറയേണ്ടി വരും കിഫ്ബിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്. ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനാണ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്ന രീതിയിൽ അതിൻ്റേതായ പരിമിതികളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് CAG റിപ്പോർട്ടിൽ CAG കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. CAG നോട്ടഡ് ദാറ്റ് കിഫ്ബി ഹാസ് നോ സോഴ്സ് ഓഫ് ഇൻകം. ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാത്തൊരു ചരക്കാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. അതിൽ പിന്നെ ആരാ നിലനിർത്തുന്നത്? ഗവൺമെൻറ്റാണ് നിലനിർത്തിയിട്ട് കിഫ്ബി ഇങ്ങോട്ട് തന്നു, കിഫ്ബിയിലോട്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അത് കിഫ്ബിയുടെ ഇൻകം അല്ല. ഇറ്റ് ഹാസ് നോ സോഴ്സ് ഓഫ് ഇൻകം. ഗവൺമെൻറ്റിനെ പണയപ്പെടുത്തി പണമെടുക്കുന്ന ഏർപ്പാടാണ്. അതിനകത്ത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത കിഫ്ബിക്കില്ല. അതുകൊണ്ട് കിഫ്ബിക്ക് എന്ന് പറയുന്ന ഒരു വരുമാന സോഴ്സ് ഇല്ല. അതുകൊണ്ട് കിഫ്ബി വരുമാന സോഴ്സ് ഇല്ലാത്തവൻ തന്നു എന്ന് വിളിച്ച് പറയരുത്. അത് അസത്യമാണ്. CAGയുടെ റിപ്പോർട്ടാണ്. CAG നോട്ടഡ് ദാറ്റ് കിഫ്ബി ഹാസ് നോ സോഴ്സ് ഓഫ് ഇൻകം. ഇറ്റ്സ് ഓൺലി assured inflow being petroleum cess and part of motor vehicles, and that it has not invested in any profit making enterprise or income generating ventures. ഒരു ഇൻകം ജനറേറ്റിംഗ് വെഞ്ചേഴ്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല കിഫ്ബി എന്ന് പറയുന്ന ഈ സ്ഥാപനം. അതിനൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ആകെ പെട്രോളിൻ്റെ സെക്സും വാഹന നിധിയും ഗവൺമെൻറ്റിന് ഇത് പറഞ്ഞില്ലേ, മാസം 2.5 ലക്ഷം രൂപ അതിൻ്റെ CEO കൈപ്പറ്റിയിട്ട് ശമ്പളം എന്ന രീതിയിൽ കൈപ്പറ്റുന്നു. അങ്ങനെ പറഞ്ഞില്ലേ, ഒരു വെള്ളാനയെക്കാളും ആളുടെ ചവിട്ടി മതിക്കണമെന്നില്ല. നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ചവിട്ടി മതിച്ച് ഒരു മതയാനയെ പോലെ അങ്ങനെ പോകുന്ന ഒന്നാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ സോഴ്സ് ഓഫ് ഇൻകം. ഉണ്ടോ? മുഖ്യമന്ത്രി പറയട്ടെ, വാട്ട് ഈസ് ഇറ്റ് സോഴ്സ് ഓഫ് ഇൻകം? എവിടെന്നെങ്കിലും അതിന് വരുമാനമുണ്ടോ? അതിൻ്റേതായ വരുമാനമില്ല. അതിൻ്റേതായ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നെവർ എ സോഴ്സ് ഓഫ് ഇൻകം ബിക്കോസ് അതെന്താണ്? ഇറ്റ് ടേക്സ് ലോൺസ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ആളുടേതാണ്, അവരുടേതല്ല. അവർക്ക് അവിടെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഇറ്റ് ഈസ് ഓൺലി എ മീഡിയം. ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കിഫ്ബി തന്നു, ഒരു കാശും വരുമാനം ഇല്ലാത്തവ ഇത്ര കോടി രൂപ തന്നു എന്ന് പറയേണ്ട ആവശ്യം എന്തോ? ഇന്നും പറഞ്ഞിരിക്കുകയാണ് കിഫ്ബി എന്ന് പറയും. കിഫ്ബി എന്തോ തന്നത്? കിഫ്ബിക്ക് എവിടെ നിന്നാണ് വരുമാനം? മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഈ തരത്തിൽ ആളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതെന്താണെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ ഇത് കുടുംബശ്രീ ഇത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബശ്രീക്ക് എവിടെ നിന്നാണ് വരുമാനം? കുടുംബശ്രീ സ്വന്തം നിലയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല. കുടുംബശ്രീക്ക് വരുമാനം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻസിങ് ആണ്. അതുപോലെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്കായാലും കിഫ്ബിക്കായാലും ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടിൽ കൂടെയാണ് നിൽക്കുന്നത്. ഗവൺമെൻറ്റിനെ പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ കടമെടുക്കുന്നത്. ഗവൺമെൻറ്റിനെ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. അതിൻ്റെ സെക്യൂരിറ്റൈസേഷൻ സെബി അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അതിൻ്റെ എടുക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി അതെങ്ങനെ റിയൽ അസറ്റ് എന്ന് മറ്റേ ഈ ഫിസിക്കലായിട്ടുള്ള ലെവലിലിട്ട് കൈമാറാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരെ സെബി ആലോചിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ വെള്ളത്തിലും ഈ കടലാസിലുമാക്കി മാറ്റാം, നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ കടലാസിലേക്ക് പരിവർത്തനം ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കറൻസിയിലേക്ക് പരിവർത്തനം ചെയ്യാമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന സംഭവം വരുന്നത്. അത്രയും നമ്മൾ മനസ്സിലാക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത്രയും ഒരു വിവേകം നമുക്കുണ്ടാണ്. അതുകൊണ്ട് കിഫ്ബി തന്നെന്ന് പറയരുത്. കിഫ്ബി ഹാസ് നോ സോഴ്സ് ഓഫ് ഇൻകം. ആദ്യം അത് മനസ്സിലാക്കുക. ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഇടയ്ക്ക് വരുന്നതിനിടയിൽ കിഫ്ബി എന്നും കൂടെ കേട്ടിട്ടുണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ പൂണ്ട പിരിവ് നടത്തി
പോലീസുകാർക്ക് ചില മര്യാദകളുണ്ട്. ഒരു ഇത് കഷ്ടമാണെന്നുള്ള കാര്യം അറിയാം. എന്നുവെച്ചാൽ പോലീസുകാർക്ക് അറിയാം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനും കോട്ട കൊടുത്തിട്ടുണ്ട്. വയലേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ സംക്രമണം നടത്തുന്ന അല്ലെങ്കിൽ രോഗത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി അവരെ ഒന്ന് കാശ് പിരിക്കണം. കാശ് പിരിക്കുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനും കോട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിത് ഔദ്യോഗികമായിട്ട് അവർ വേണ്ടി വന്നു പോയതുകൊണ്ട് ആളുകളെ ഇത് പിടിച്ചു പറിക്കുന്നതാണ്. ഗവൺമെൻറ് പിടിച്ചു പറിയടാ എന്ന് പറയുന്നുകൊണ്ട് പിടിച്ചു പറിക്കുന്നതാണ്. അല്ല, അവർക്ക് ജനങ്ങളെ ഉപദ്രവിച്ച് ഈ കാശ് പിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പണ്ടൊക്കെ ഈ പോലീസുകാർ കൈക്കൂലി വാങ്ങുമെന്നും ആളുകളിൽ നിന്ന് രഹസ്യമായിട്ട് കാശ് വാങ്ങുമെന്നും, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ വാങ്ങുന്നവരുണ്ടായിരിക്കാം, പണ്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പോലീസിൻ്റെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ളൊരു ഇതല്ല, ജനറേഷനല്ല. അതിന് വളരെ വ്യത്യസ്തമാണ്. അവരുടെ അടുത്ത് നീ പോയി തെരുവിൽ നിന്ന് ആളുകളിൽ നിന്ന് കാശ് പിടിച്ച് പറിക്കുന്നതാണ് നിൻ്റെ ജോലി, പ്രധാന ജോലി അതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. ഒരു രോഗം വന്ന് ജനത ദുരിതത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി അവർ സഞ്ചരിക്കുകയാണെങ്കിൽ അവൻ്റെ സത്യവാങ്മൂലം നോക്കിയിട്ട് സത്യവാങ്മൂലത്തിലെ ഒപ്പ് ശരിയാണോ, ഡേറ്റ് ശരിയാണോ എന്ന് നോക്കിയിട്ട് അവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി പീഡിപ്പിക്കുക, അറസ്റ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ? ഇതൊക്കെ ചെയ്ത് അതിൻ്റെ പേരിൽ 132 കോടി രൂപ ഉണ്ടാക്കിയെന്ന് അഹങ്കരിക്കുക. അതാണ് നിങ്ങളുടെ ഇൻകം. ആ ഇൻകം പോലും ഇല്ലാത്തൊരു സാധനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് കിഫ്ബിയിൽ നിന്ന് നമുക്ക് തന്നു, കിഫ്ബിയിൽ നിന്ന് നമുക്കിന്ന് തന്നു എന്ന് കൂടെ പറയല്ലേ, മോശമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാമത് നിങ്ങളുടെ ഈ നിങ്ങൾ നടത്തിയ ഇന്നലത്തെ പ്രസ് കോൺഫറൻസ്, നിങ്ങൾ ആത്മാഭിമാനമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല, നിങ്ങളത് പിൻവലിക്കേണ്ടതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ദി ഫിനാൻസ് മിനിസ്റ്റർ. എന്നുവെച്ചാൽ ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ഫിനാൻസ് മിനിസ്റ്റർക്ക് ഇൻസൾട്ട് ചെയ്യുന്നൊരു രീതിയാണ്. അയാളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി വന്നിട്ടൊരു 100 ദിന പരിപാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരായി? ഫിനാൻസ് മിനിസ്റ്റർ എന്തായി? മിനിസ്ട്രി എന്തായി? ഗവൺമെൻറ് എന്തായി? അപ്പോൾ ഇതെന്തോ നോൺ ഗവൺമെൻറ്റലായിട്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ വക്താവായിട്ട് ഈ തരത്തിൽ കാര്യങ്ങളൊക്കെ കൺസീവ് ചെയ്യാനും ഇയാളുടേതായിട്ടുള്ള ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കി ഓരോന്നിനും അയാളുടേതായിട്ടുള്ള പ്ലാനും പദ്ധതിയും കൊണ്ടുവരുന്നു. ഇതെന്താ എത്ര തരം ഭരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഈ ഭവിഷ്യത്തുകൾ ആരാണ് താങ്ങുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. ഒരാൾ ഒരു സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണെന്ന് ദിനം പ്രതി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരുത്തർക്കും കഴിയുന്നില്ല. എന്നെ ചവിട്ടിയാൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് പറയാൻ ഒരു മന്ത്രിക്കും കഴിയുന്നില്ല. ചവിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഒരു പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത് അത് ഒരു രാഷ്ട്രീയവും ഭരണപരവുമായ അശ്ലീലമാണ്. അത് ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ആ ബഡ്ജറ്റിന് മേൽ ചർച്ച നടക്കുന്നു. അതെന്ന് പറയുന്നത് നിയമസഭയുടെ ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിൽ വരേണ്ടുന്ന പല ഘടകങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ അത് എക്സ്ട്രാ ബഡ്ജറ്ററി ആണോ അതോ ബഡ്ജറ്ററി ആണോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്ത രീതിയിൽ കാര്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കുന്ന തരത്തിൽ ഭരണാധിപൻ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുമ്പോൾ ഈ ഭരണാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ അയോഗ്യനാണ് എന്ന് ദിനം പ്രതി ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മിടുക്കാണെന്ന് പറയാനും ഇതിലെ മഹത്തരം എന്ന് പറയാനും കൂലിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലും എച്ചിൽ കിട്ടും എന്ന് പറഞ്ഞ് പിറകെ നടക്കുന്ന ഒരു സംഘം ഉണ്ടാകും. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല, ജനങ്ങളൊന്ന് ഭയന്ന് വോട്ട് ചെയ്യുന്നു, വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ വരുന്നു. അതിൻ്റെ പേരിൽ എന്തുമാകാം എന്ന് പറയുന്ന ഈ ധിക്കാരം അത് നിർത്തിവെക്കണം. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ മന്ത്രിമാരെയും മന്ത്രിസഭയെയും അംഗീകരിക്കാൻ തയ്യാറാണ്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യണം. അതിൻ്റെ മര്യാദ കാണിക്കണം. കൂടെ കിഫ്ബി തന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറയണ്ട. CAG റിപ്പോർട്ടിൽ പറയുന്ന വസ്തുതയാണ്. കിഫ്ബിക്ക് അതിൻ്റേതായ ഒരു വരുമാന മാർഗവും ഇല്ല. ഒരു വരുമാന മാർഗവും ഇല്ലാത്തവൻ തരുന്നത് എങ്ങനെയാണ്? ആർക്കാണ് നമുക്ക് വേണ്ടി തെണ്ടാൻ പോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഒരു ലോൺ വാങ്ങിച്ചുകൊണ്ട് വരികയോ അതിനുവേണ്ടി നമ്മളെ കടപ്പെടുത്തി നമ്മൾ തിരിച്ചു കൊടുക്കുകയോ എന്ന് പറയുക. അതാണ് ചെയ്യുന്നത്. അതിനാണ് കിഫ്ബി തരുന്നത്. അത് കിഫ്ബിയുടെ വകയല്ല തരുന്നത്. അതിൽ ഇടപാടുകാരെന്ന് പറയുന്നത് ഗവൺമെൻറ്റും ഇൻവെസ്റ്ററും തമ്മിലാണ് ഇടപാട്.
അതിൽ കിഫ്ബി ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, കിഫ്ബി ആർക്കും ഒന്നും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഈ കിഫ്ബി തന്നു എന്ന് പറയുന്ന ഈ ഒരു ഏർപ്പാട്, ഈ പറയുന്ന ഏർപ്പാട് നിർത്താനുള്ളൊരു സാമാന്യ മര്യാദ ഈ ചീഫ് മിനിസ്റ്റർക്ക് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇപ്പോഴും ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നതിൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. വെച്ചാൽ അങ്ങനെ ഒരു പദവി എന്ന് ഞാൻ പറയില്ല, അത്തരം ഒരു ഭരണപരമായ കർത്തവ്യം നിറവേറ്റാൻ അയോഗ്യനെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും മുഖ്യമന്ത്രി എന്ന് വിളിക്കേണ്ടുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ, ആ അവസ്ഥ ഈ മലയാളിക്ക് ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നലെ നടന്ന ഈ പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് ആളുകളുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് അവതരിപ്പിച്ചത്. അതെന്തുമാത്രം ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമാണ് എന്നെനിക്ക് കരുതുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൽ പറഞ്ഞില്ലേ, ഈ തരത്തിൽ ഗവൺമെൻറ്റിനെ, പബ്ലിക് സെക്ടറിനെ അനിഹിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് അതിനകത്തുണ്ട്, അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ഏതാണ്ട് വിശദീകരിച്ചു, വ്യക്തമായി എന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് 1995 ഗ്ലോബലൈസേഷനോടുകൂടി മൂന്നാം ലോക രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താനും സ്റ്റേറ്റുകളെ ലിക്വിഡേറ്റ് ചെയ്യാനും ദുർബലമാക്കാനും അതിലൂടെ ഈ മാർക്കറ്റ്, അവരുടെ മാർക്കറ്റ്, സാർവദേശീയ മാർക്കറ്റ്, അതിൻ്റെ ഒരു സർവാധിപത്യം മൂന്നാം ലോക രാജ്യങ്ങളിൽ സ്ഥാപിക്കാനും ഗവൺമെൻറ്റുകൾ ഈ മാർക്കറ്റുകളുടെ ടൂൾസായി മാറുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടനിലക്കാരായി തീരുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കപ്പെടാനും ഉള്ളൊരു പ്രോജക്റ്റ് വേൾഡ് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അഭ്യാസമാണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. അവിടെ വരുമ്പോഴത്തേക്ക് പറഞ്ഞില്ല, ഇപ്പോൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഈ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല, അത് ഈ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയലിസമാണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഗവൺമെൻറ് ഇല്ല, എവിടെയും ഗവൺമെൻറ് ഇല്ല, ഗവൺമെൻറ് എവിടെയും ഇല്ല. ഇന്നൊവേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് പേറ്റൻ്റ് രൂപത്തിലാക്കി എടുത്ത് അതൊരു കച്ചവട അധികാരമായിട്ട്, ഒരു കമേഴ്ഷ്യൽ അധികാരമായിട്ട് മാറ്റുക. ഇന്നൊവേറ്റീവായിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ ആ തരത്തിൽ ഈ വാണിജ്യത്തിൻ്റെ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുക എന്നൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ ഒരു ഇതിൽ നോളജ് എക്കോണമി തന്നെ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുണ്ട്. അത് UNGER എന്ന് പറയുന്ന ഒരു കക്ഷി, ഒരു വലിയ പണ്ഡിതൻ, ഒരു അൽസേഷ്യൻ പണ്ഡിതൻ എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമാണ്. ആ പ്രബന്ധത്തിൻ്റെ ചില റെലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. എ ഹാൻഡ്ഫുൾ ഓഫ് ലാർജ് ഗ്ലോബൽ ഫേംസ് have reaped the lion's share of the profits that it has yielded. In every segment it remains a narrow fringe, excluding the vast majority of labor force. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ നോളജ് എക്കോണമി എന്നുള്ളതിൽ നോളജ് സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പ്രൊഡക്ഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ഈ നോളജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ തല കൊണ്ട് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കുകയും ആ പദ്ധതികളിലൂടെ ഇന്നൊവേറ്റീവായിട്ട് പല കാര്യങ്ങൾ കണ്ടെത്തുകയും അതനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്യുന്ന ഈ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് എ ഹാൻഡ്ഫുൾ ഓഫ് ലാർജ് ഗ്ലോബൽ ഫേംസ്. അത് ആരാണ് ചെയ്യുന്നത്? ഗ്ലോബൽ ഫേംസാണ് ചെയ്യുന്നത്. ഗ്ലോബൽ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാർവദേശീയമായിട്ടുള്ള, ട്രാൻസ്നാഷണലായിട്ടുള്ള ഈ കോർപ്പറേഷൻസ്, ഗ്ലോബൽ ഫേംസ് ഹാവ് റീപ്ഡ് ദി ലയൺസ് ഷെയർ ഓഫ് ദി പ്രോഫിറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് yielded. അതായത് ഈ നോളജ് എക്കോണമിയിൽ നിന്ന് വൻതോതിൽ ലാഭം കൊയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു നോളജിൻ്റെ ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ പേറ്റൻറ്റ് ഒരു പർട്ടിക്കുലർ ഫേം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കൈയടക്കി കഴിഞ്ഞാൽ ദേ ക്യാൻ റീപ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ദി ലയൺസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് ഏതാനും ഈ ഗ്ലോബൽ ഫേംസിന് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഏതാനും പേരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഇൻ എവറി സെഗ്മെൻറ്റ് ഇറ്റ് റിമൈൻസ് എ നാരോ ഫ്രിഞ്ച് എക്സ്ക്ലൂഡിങ് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സ്. എന്താണ് അവിടെ വരുന്നത്? അവിടത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എക്സ്ക്ലൂഡിങ് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നൊരു
സംഭവം അതിനകത്ത് വരുന്നുണ്ട്. ഇൻ എവറി സെഗ്മെൻറ്റ് ഇറ്റ് റിമൈൻസ് എ നാരോ ഫ്രിഞ്ച്. അതായത് വളരെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു 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 ചെറിയൊരു റൂമും, ഇപ്പോൾ ഒരു നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഒരു ഓഫീസ് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് മതി ഒരു ഫേമിന്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ കൂട്ടമായിട്ട് വന്ന് പണിയെടുക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ കുറേ പേര് വർക്ക് അറ്റ് ഹോം ആയിരിക്കും. നിങ്ങൾ ചിലർ ആഴ്ചയിൽ 2 ദിവസം വന്ന് പണിയെടുത്താൽ മതി എന്നുള്ളതായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കുറവായിരിക്കും, പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും. ആ തരത്തിൽ ലേബർ ഫോഴ്സിനെ എത്രമാത്രം റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരാമോ ആ തരത്തിൽ ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് ബിക്കം എ ലാർജ് ഫാക്ടറി. അപ്പോൾ ഇതൊക്കെ വളരെ നാരോ ആയിട്ടുള്ള വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളായിട്ട് മാറുകയാണ്. ഉൽപ്പാദനത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലങ്ങളായി മാറുകയും അവിടെ നിന്ന് ലേബർ ഫോഴ്സിനെ പുറത്താക്കുകയും ചെയ്യുക, അതായത് കൂട്ടായ തൊഴിൽ ശക്തിയെ പുറത്താക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാലത്തെയാണ് നോളജ് എക്കോണമി വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ സർവീസ് ഓർഗനൈസേഷൻസ്, NGO യൂണിയൻ എന്നൊക്കെ പറയുന്നത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഒരു കൊച്ചുവെളുപ്പം കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി 77,000 തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങൾ കണ്ടെത്തിയാൽ പോരല്ലോ, കണ്ടെത്തിയ തൊഴിലിന് വരുന്നവർക്ക് ആ തൊഴിലിലൂടെ എന്തെങ്കിലും ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റണം, അവരെ നിലനിർത്താനുള്ള വരുമാനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതും ഗവൺമെൻറ് ലയബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലവസരങ്ങളൊന്നും പ്രായോഗികമല്ല. അത് ചുമ്മാ തട്ടിപ്പിന് വേണ്ടി പറയാമെന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഏർപ്പാടുകളാണ്. അതല്ല ഇവിടെ പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടൊരു വൻ കുതിപ്പുണ്ടാകും. ടെക്നോളജിക്കൽ നോളജിൻ്റേതായിട്ടുള്ള സഹായത്തോടെ പ്രൊഡക്ഷൻ്റെ മേഖലയിൽ വൻ കുതിപ്പുകളുണ്ടാകും. പുതിയ ഉൽപ്പന്നങ്ങളുടേതായ പരമ്പരകളുണ്ടാകും. ആ ഉൽപ്പന്നങ്ങൾ ചരക്കുകളായി മാറുമ്പോൾ ഉണ്ടാകുന്ന വമ്പിച്ച ലാഭമുണ്ടാകും. ആ വമ്പിച്ച ലാഭം ഉണ്ടാകുമ്പോൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ അതിന് വലിയ ഫാക്ടറികളൊന്നും വേണ്ടി വരില്ല. വലിയ കളക്റ്റീവ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നതിന് വേണ്ടി വരില്ല. എങ്ങനെ കളക്റ്റീവ് ലേബർ ഫോഴ്സിനെ ഇല്ലാതാക്കി തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു മാർഗം കൂടിയാണ് അതെന്ന് ഇദ്ദേഹം പറയുന്നത്. അയാളുടെ പേര് എന്തോ UNGER ഉങ്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും പറയുന്നത്, നെവർലെസ് ഇൻ ഈച്ച് സെക്ടർ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ഫ്രിഞ്ച് ഫ്രം വിച്ച് ദി വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി ലേബർ ഫോഴ്സ് റിമെയിൻ എക്സ്ക്ലൂഡഡ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്, വേറൊരിടത്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി ലേബർ ഫോഴ്സ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ ആ തരത്തിൽ മനുഷ്യൻ്റെ ഈ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നതിനെ, ആ ലേബർ ഫോഴ്സിനെ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളത്, ഗവൺമെൻറ്റിനെ എങ്ങനെ ഇല്ലാതാക്കാം, ലേബർ ഫോഴ്സിൻ്റെ ആ ശക്തിയെ, അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഫോഴ്സിനെ എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യാം എന്നാലോചിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ വിഭാവന ചെയ്യുന്നത് നോളജ് എക്കോണമിയിൽ. അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇവിടെ ബാലഗോപാലന് എഴുതിയെടുത്തൊക്കെ എവിടെയൊക്കെ നോളജ് എക്കോണമി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് ചർച്ച ചെയ്യണം. ഇത് വളരെ ഡയറക്റ്റായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ തുടർച്ചയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ടല്ലേ. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് വളരെ വ്യക്തമായിട്ട് തോമസ് ഐസക് മുന്നോട്ട് കൊണ്ടുവന്ന കാര്യമാണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ഈ നോളജ് എക്കോണമി എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയെ നമ്മുടെ കേരള ഗവൺമെൻറ്, കേരള നിയമസഭ, കേരള സംസ്ഥാനം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു ആസ്പെക്ട്സിൻ്റെ മുൻനിർത്തി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂഡിങ് സ്റ്റേറ്റ് ആൻഡ് എക്സ്ക്ലൂഡിങ് ലേബർ ഫോഴ്സ്, ഈ 2 ഘടകങ്ങൾ ഇതിൽ വളരെ പ്രധാനമാണ്. ഇതിനെ, അതായത് ഗവൺമെൻറ്റിനെ സൈഡ് ലൈൻ ചെയ്യുക, ഇല്ലാതാക്കുക എന്നുവെച്ചാൽ നിയമനിർമ്മാണ സഭയെയും മന്ത്രിസഭയെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് നോളജ് എക്കോണമിയുടെ ഭാഗമാണ്. ഡു യു അപ്രൂവ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നിയമസഭാ സാമാജികരും നിങ്ങൾ മന്ത്രിമാരും ഇത് അംഗീകരിക്കുന്നുണ്ടോ നോളജ് എക്കോണമിയെ? നോളജ് എക്കോണമിയുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 ആസ്പെക്ട്സ് അതാണ്.
കളക്റ്റീവ് ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യുക. ആ ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ നാമമാത്രമാക്കി തീർക്കുക. എന്നിട്ട് ഉൽപ്പാദനം, അതായത് ഒരു കളക്റ്റീവ് ലേബർ ഫോഴ്സിൻ്റെ സഹായം കൂടാതെ തന്നെ ഉൽപ്പാദന രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുക. ആ വളർച്ചയിലൂടെ വലിയ ലാഭം കൊയ്തെടുക്കുക. അതിന് നിങ്ങൾക്ക് വലിയ സ്പേസ് വേണ്ടി വരില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാ ദിവസവും ആഴ്ചയിൽ 4 ദിവസവും ലോക്ക്ഡൗൺ ആയാലും നിങ്ങളുടെ ഉൽപ്പാദനം നടക്കും. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ മുതലാളിത്തത്തിൻ്റെ ഒരു വലിയ ആവശ്യകതയായിട്ട് വരുമ്പോഴാണ് ഈ തരത്തിൽ ഈ കളക്റ്റീവ് ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആവശ്യമായിട്ട് വരിക. ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് കൊറോണ വന്നാലും ഇല്ലെങ്കിലും ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ലേബർ ഫോഴ്സിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന ഏറ്റവും വലിയ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസും എല്ലാം നിലനിൽക്കുന്നത്. അവർക്ക് അസംഖ്യം തൊഴിലാളികളും തൊഴിൽ ശക്തിയുമുണ്ട്. പല രംഗങ്ങളിലും പല തലത്തിലും പണിയെടുക്കുന്നവരുണ്ട്. നിങ്ങളിതെല്ലാം കൂടെ ഈ തൊഴിൽ ശക്തി മുഴുവൻ തലയിലോട്ട് അങ്ങ് കേന്ദ്രീകരിച്ച് ജ്ഞാന കേന്ദ്രീകൃതമാക്കുമ്പോൾ ഏതാനും ചില ബുദ്ധിമാന്മാർ അവിടെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ സൂത്രങ്ങൾ, ജ്ഞാനസൂത്രങ്ങൾ, പ്രൊഡക്ഷൻ്റെ ജ്ഞാനസൂത്രങ്ങൾ രചിക്കുകയും അതനുസരിച്ച് പ്രൊഡക്ഷനിൽ വളർച്ച ഉണ്ടാകുകയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു കൂട്ടായ അധ്വാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ടു ലിക്വിഡേറ്റ് കളക്റ്റീവ് ലേബർ ഫോഴ്സ് ആൻഡ് ലിക്വിഡേറ്റ് ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്. ഇതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ഇത് നമ്മുടെ ബഡ്ജറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ആസ്പെക്ട്സ് ഇതിനകത്ത് വരുമോ? ചർച്ച ചെയ്യണ്ടേ? ഇതൊക്കെ ഞാൻ കള്ളം പറയുന്നതാണോ അതോ ഇതൊക്കെയാണോ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? ഇതിനൊക്കെ ചില ഉന്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ 1995 പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഒളിവിൽ കൂടി അത് ഒളിച്ചു കടത്താൻ ശ്രമിച്ചു? കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പകൽ വെളിച്ചത്തിൽ അന്ന് കേരളത്തിൽ വന്ന് പറയാൻ പറ്റില്ല. അതായത് നെയ്ബർഹുഡ് ഗ്രൂപ്പും ഈ SSG ഒക്കെ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് പാരലായിട്ട് ഗ്രാമതലത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കാനും അവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനും ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ സ്പേസാക്കി മാറ്റാനും വേണ്ടിയാണ് എന്ന് PDS സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ CDS സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എഴുതി വെച്ചിട്ടുണ്ട്. അവരാണ് 16 കോടി രൂപ കൈപ്പറ്റിയത് നെതർലൻഡ്സ് ഗവൺമെൻറ്റിൽ നിന്ന് FCRA വയലേറ്റ് ചെയ്തുകൊണ്ട്. ഈ പറഞ്ഞ കർമ്മ പരിപാടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് വേൾഡ് ബാങ്ക് ആണെങ്കിലും ആ ബ്രെയിൻ കടം വാങ്ങി സ്വന്തം തലയിൽ ഒട്ടിച്ച് ചേർത്തത് തോമസ് ഐസക്കാണ് എന്നാണ് MP പരമേശ്വരൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പദ്ധതി അന്നേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ സാമ്പത്തികമായ അവസ്ഥ അവലോകനം ചെയ്തു നോക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മളറിയാതെ ഇപ്പോൾ പിന്നീട് വരുന്നത് തോമസ് ഐസക്കിൻ്റെ തന്നെ സിംബയോസിസ് തിയറിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റുമായിട്ട് പറ്റിച്ചേർന്നല്ലാതെ ഈ സിവിൽ സൊസൈറ്റിക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് കണ്ടിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സിംബയോസിസ് എന്ന് പറയുന്ന തിയറി പാട്രിക് ഹെല്ലറും അദ്ദേഹം കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ എല്ലാം പറ്റിച്ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? കിഡ്നി പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. കിഡ്നിയെ നിലനിർത്തണമെങ്കിൽ ഗവൺമെൻറ് വേണം. ഇത് CDS അല്ല, ഇത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, CDS എന്ന് വെച്ചാൽ ഈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് CDS എന്ന് പറയും. അവരാണ് ഇതിൻ്റെ ഏജൻറ്റ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി നിൽക്കണമെങ്കിലും ഗവൺമെൻറ് വേണം. ഗവൺമെൻറ്റുമായിട്ട് പറ്റിച്ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞില്ലേ ഒരു ഇത്തിൽ കണ്ണി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ തിന്നുന്ന ഒരു ഇത്തിൽ കണ്ണിയായിട്ട് എന്തു വരുന്നു? നമ്മൾ ഒരു മാവ് നട്ട് പിടിപ്പിക്കുകയും മാവിൽ മുഴുവനും ഇത്തിൽ പടർത്തുകയും ചെയ്യുന്നത് ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന നോൺ ഗവൺമെൻറ്റൽ സൊസൈറ്റികൾ നമ്മളിങ്ങനെ പടർത്തി വിടുമ്പോൾ, ഒരു കിഡ്നി ഉണ്ടാക്കി വിടുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാക്കി വിടുമ്പോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റിനെ തിന്നുന്ന ഇത്തിൽ. അങ്ങനെ ഗവൺമെൻറ്റിനെ തിന്നാണ് നമ്മൾ 3,10,000 കോടി രൂപയുടെ കടക്കാരായി തീർന്നത്. അതായത് പണമാണ് തിന്നുന്നത്. അതായത് പൊതുമുതലാണ് ഭക്ഷിച്ചാണ് ഈ സൊസൈറ്റികൾ വളരുന്നത്. ഈ സൊസൈറ്റികളുടെ എക്സിസ്റ്റൻസ് ഒരുത്തന്
2.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുകയാണ് ഒരു ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനി ആക്ട് പ്രകാരം ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെ CEO എന്ന നിലയിൽ. അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഇൻകം ജനറേറ്റിംഗ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻകം ഇല്ല. പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഗവൺമെൻറ് പബ്ലിക് സെക്ടറിൽ നിന്ന് എടുത്ത് കൊടുക്കും. അതാണ് സിംബയോസിസ്. അതായത് ആദ്യം ഗവൺമെൻറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഗവൺമെൻറ്റിനെ അരികു പറ്റിയിട്ട് തറയിൽ കിടത്തിയിട്ട് നമ്മൾ മാത്രം ആകുക എന്നൊരു പരിപാടിയാണ് ഇട്ടത്. അതിവിടെ നടപ്പില്ല എന്ന് കണ്ടപ്പോഴാണ് എന്നാൽ ഗവൺമെൻറ്റിൽ പടർന്നു കയറുന്ന ഒരു വലിയ രീതിയിലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇത് മാത്രമല്ല, നമുക്ക് മാങ്ങായും ഫലവും ഇലയും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ അതിൻ്റെ തടി തന്നെ തിന്നിട്ട് അവസാനം തടി നിലം പതിച്ച് കിടക്കുകയാണ് 3 ലക്ഷം കോടിയുടെ കടമായിട്ട്. ഇതാണ് നമ്മുടെ ഒരു എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മാനുവൽ ലേബർ ഫോഴ്സിനെ അല്ലെങ്കിലും അവർ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞില്ലേ, നോളജ് എക്കോണമി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ മാനുവൽ ലേബർ ഫോഴ്സിനെ എന്തായാലും അംഗീകരിക്കുന്നില്ല. കൈവിരലുകൾ ചലിപ്പിച്ചാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ള കാര്യം പോലും നിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾക്കൊരു ശരീരമുണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് അംഗീകരിക്കുക. നിങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു തല മാത്രമാണ്. ആ തല കൊണ്ടുണ്ടാക്കുന്ന അത്ഭുതങ്ങളാണ് ഇവിടെ പ്രൊഡക്ഷൻ സൃഷ്ടിക്കുന്നത്. ഇവിടെ പറയുന്ന പ്രൊഡക്ഷനെ പറ്റിയാണ്. കേരളത്തിനെ സംബന്ധിച്ചോളം പ്രൊഡക്ഷൻ ഇറലവൻ്റ് എന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാകുകയാണ്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. ഇവിടെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലേബർ ഫോഴ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ജോലി ചെയ്യാത്തവർക്ക് കൂലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇപ്പോൾ പള്ളിക്കൂടങ്ങളെല്ലാം അടച്ചിട്ടിട്ട് നിങ്ങളെല്ലാം പോയി ഗുണ്ടാപ്പിരിവ് നടത്താനായിട്ട് അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളില്ലെങ്കിലും ഇവിടെ നമ്മളിവിടെ ഈ പറഞ്ഞില്ലേ, നമ്മളിവിടെ ടാബ് വാങ്ങിച്ചു കൊടുക്കും, കുട്ടികൾക്കെല്ലാം മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ട അധ്യാപകർ ഇപ്പോൾ 10 പേര് പഠിപ്പിക്കേണ്ടടുത്ത് 2 പേരായാലും 4 ഒരു 6 പേരെ വന്ന് ഏത് വിഷയം പഠിപ്പിച്ചാലും ആരറിയുന്നു. അപ്പോൾ അവിടെയൊക്കെ ആൾ കുറയ്ക്കാം, എല്ലായിടത്തും ആളെ കുറയ്ക്കാം, ഒരു റിഡക്ഷൻ ഉണ്ടാകാം. ലേബർ ഫോഴ്സിന് കളക്റ്റീവ് ലേബർ ഇതിൽ പറയുന്നത് ഉങ്കർ എടുത്തെടുത്ത് പറയുന്നതാണ്. കളക്റ്റീവ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇല്ലാതെ വരുന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഒരു അധ്യാപക സംഘടന നമുക്കുണ്ട്, സ്കൂളുകളിൽ ഒരു അധ്യാപക സംഘടനയുണ്ട്, കോളേജുകളിൽ 2 അധ്യാപക സംഘടനയുണ്ട്. അല്ല, അവർക്ക് പിന്നെ ഈ കോളേജുകളിലെ അധ്യാപക സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ UGC ശമ്പളം കിട്ടുന്നത് ഇതൊക്കെ എന്നും കിട്ടിക്കൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് വ്യാമോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞില്ലേ, ഈ പറയുന്ന നോളജ് എക്കോണമിയുടെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പോയിട്ടില്ലെങ്കിൽ തന്നെ നമ്മളെ ഒരു പകുതി വഴി വരെ എത്തിക്കഴിഞ്ഞു. നമ്മളൊരു കിഫ്ബി കൊണ്ടുവരുമ്പോൾ, ഒരു കുടുംബശ്രീ കൊണ്ടുവരുമ്പോൾ, കിഫ്ബിയും കുടുംബശ്രീയും കൂടി നമ്മുടെ ഈ ഖജനാവിനെ കാർന്ന് തിന്ന് നമ്മുടെ കടം 3 ലക്ഷം കോടിയിൽ കടം കൂടുതൽ വരുന്നതിന് എന്താ കാരണം? അൺഎക്കണോമിക് ആയതുകൊണ്ടാണ്. നമ്മൾ അൺഎക്കണോമിക് ആവുകയാണ്. നമ്മളീ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാര്യങ്ങൾ മുഴുവൻ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അൺഎക്കണോമിക് ആവുകയും ആ അൺഎക്കണോമിക് ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ നമ്മുടെ ഗവൺമെൻറ് ദുർബലമാകുകയും ഗവൺമെൻറ് ദുർബലമാകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അത് വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന രീതിയിൽ ഈ പറയുന്ന സൊസൈറ്റികൾ ഏറ്റെടുക്കുകയും അപ്പോൾ ഗവൺമെൻറ്റൽ സ്റ്റാഫ്, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ പറയുമ്പോഴത്തേക്ക് ഈ NGO എന്ന് പറയുമ്പോൾ നോൺ ഗസറ്റഡ് ഓഫീസർ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയല്ലാതെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കുറേ NGO യൂണിയനും NGO അസോസിയേഷനും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് NGO നോൺ ഗവൺമെൻറ്റൽ ലെവലിലുള്ള ഒരു കിഫ്ബി എന്ന് പറയുമ്പോൾ നോൺ ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ഫൈനാൻസ് ബൈ ഗവൺമെൻറ്, അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് നോൺ ഗവൺമെൻറ്. അതാണ് നോൺ ഗവൺമെൻറ്റൽ എന്ന് പറയുന്ന കുറേ സൊസൈറ്റികൾ ഉണ്ടാകുമ്പോൾ, നോൺ ഗവൺമെൻറ്റൽ എന്ന് പറയുന്ന കുറേ ഓർഗനൈസേഷൻസ് ഉണ്ടായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സാക്ഷരത വന്നപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ KR രാജന് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വരെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഈ ജില്ലാ ഭരണാധികാരി എന്നുള്ള രീതിയിൽ എൻ്റെ മുഴുവൻ സ്റ്റാഫിനെയും മൊബിലൈസ് ചെയ്തിട്ട്, ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്തിട്ടാണ് എറണാകുളത്ത് ഈ സാക്ഷരതാ പ്രസ്ഥാനം സജീവമാക്കിയത്. അവസാനം എന്ത് വരുന്നു? മോളിന്ന് കടലാസ് വരുന്നു, ഇതിൻ്റെ ഈ പണം എന്ന് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കൊടുക്കണം.
because Shastra Sahitya Parishad is entrusted with this assignment, and Parishad is not a governmental organization, it is a non-governmental organization. നോൺ ഓർഗനൈസേഷന് ഇതിൻ്റെ ഈ നമ്മൾ ചെയ്ത പണിയുടെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കെ.ആർ. രാജന് തീരെ മനസ്സിലാകുന്നില്ല എന്തിനാണെന്നുള്ള കാര്യം. അവർ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വന്നു, വോളണ്ടറി സർവീസ് ആണെന്ന് പറഞ്ഞു. വോളണ്ടറി സർവീസ് എന്ന് വെച്ചാൽ വോളണ്ടറി സർവീസ് എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞില്ലേ, ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക്, ഈ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസിനെയൊക്കെ അവർ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക്, ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് പൊതുവായിട്ട് പറയുന്നത് വോളണ്ടറി ഓർഗനൈസേഷൻസ് വിത്ത് നോ പ്രോഫിറ്റ് മോട്ടീവ്. NGOസിന്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ അതേ സിദ്ധാന്തം തന്നെയാണ് CSOസിനെ പറ്റി പറയുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ അവസാനം ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് വരുന്ന ഘടകം എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസാണ്. ആ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് വോളണ്ടറി ഓർഗനൈസേഷൻ. ഒരു സിവിൽ സൊസൈറ്റി ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് നോ പ്രോഫിറ്റ് മോട്ടീവ്. അതാണ് പറയുന്നത് ഒരു സിവിൽ സൊസൈറ്റി. അപ്പോൾ കിഫ്ബി വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ വോളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് നോ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയാം. അല്ലെങ്കിൽ കുടുംബശ്രീ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ വോളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് നോ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ ചെയർമാന് എത്രയാണ് ശമ്പളം എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. ഇതിൻ്റെ ചെയർമാന് CEOയ്ക്ക് എത്ര ശമ്പളമാണെന്ന് കൂടി അന്വേഷിക്കണം. അതായത് അതാണോ വോളണ്ടറി സർവീസ്? 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നതാണ് വോളണ്ടറി സർവീസ്. ഇവിടുത്തെ വോളണ്ടറി സർവീസ് അതാണ്. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന വോളണ്ടറി സർവീസാണ്. നോ പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. പ്രോഫിറ്റ് അവർ പ്രൈവറ്റായിട്ടുള്ള ഏണിങ്സിൻ്റെ ലെവലിൽ മാത്രമേ പ്രോഫിറ്റ് വരൂ. പിന്നെ പല NGOs എങ്ങനെ എന്താണ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പരിസ്ഥിതി NGOs എന്നും പറഞ്ഞാൽ ഈ ഇവിടെ മുഴുവനും പടർന്ന് കിടക്കുന്ന NGOs ഉണ്ട്. അവരൊന്നും പെട്ടെന്ന് പരിസ്ഥിതി സ്നേഹം ഉണ്ടായിട്ട്, പരിസ്ഥിതി പ്രണയം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല. അതിനൊക്കെ അവർ ബന്ധപ്പെടുന്ന കക്ഷികളുണ്ട്, പണം കൊടുക്കുന്നവരുണ്ട്, അവരെല്ലാം കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അവസാനമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കൺക്ലൂഡിങ് ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വരുന്നത് നോളജ് എക്കോണമിയിലാണ്. നോളജ് എക്കോണമിയിൽ വരുന്ന 2 പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നോൺ സ്റ്റേറ്റ്, നോൺ ഗവൺമെൻറ്റൽ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം വെച്ചാൽ അബോളിഷൻ ഓഫ് കളക്റ്റീവ് ലേബർ ഫോഴ്സ്. അതായത് നമ്മുടെ ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി റെഡ്യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു എക്കോണമിയുടെ ലാഭം, അങ്ങനെ ഉണ്ടാകുന്നൊരു എക്കോണമി എന്ന് പറയുന്നത് ആരുടെയാണ്? നാഷണൽ കോർപ്പറേഷൻസിൻ്റെ, ഈ പറഞ്ഞ പോലെ ഈ ഗ്ലോബൽ ഫേംസിൻ്റെ ലാഭത്തിന് വേണ്ടി നമ്മളെ തന്നെ കുരുതി കഴിക്കുകയും നമ്മുടെ അധ്വാനം എന്ന് പറയുന്ന കളക്റ്റീവായിട്ടുള്ള ലേബർ, ഒരു നേഷനെ ബിൽഡ് ചെയ്യുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ കളക്റ്റീവ് ലേബറാണ്. അത് ഇൻ്റലക്ച്വൽ ആസ് വെൽ ആസ് മാനുവൽ. ഇൻ്റലക്ച്വലും മാനുവലും തമ്മിൽ വേർതിരിക്കാനൊന്നും നോക്കില്ല. നമ്മുടെ തലയും നമ്മുടെ ബയോളജിയും തമ്മിൽ ഈ ഒരു ബന്ധവും ഇല്ല എന്നാർക്കും പറയാൻ പറ്റില്ല. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റവും ഇല്ല. അതുകൊണ്ട് തലയിൽ നിന്ന് മാത്രം ഒന്നും ഉൽപ്പന്നമായിട്ട് വരുന്നില്ല. അതായത് നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന, ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഈ ബോഡി എന്ന് പറയുന്നത് ആകെ ഈ പരിസരവുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തലയിൽ പലതും, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം പലതും ശേഖരിക്കുന്നത്, കമ്പ്യൂട്ടർ ശേഖരിക്കുന്നത് പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ തലയാണ് എല്ലാം പ്രധാനം. തല കഴിഞ്ഞ് ബാക്കിയുള്ളൂ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. എല്ലാം പ്രധാനമാണ്, ഓരോ അവയവവും പ്രധാനമാണ്. അതുകൊണ്ട് ഓരോ അവയവവും ചലിപ്പിച്ചുകൊണ്ട് വേണം ഒരു മനുഷ്യൻ മുന്നേറുന്നതെന്നതുപോലെ സമൂഹത്തിലെ ഈ മാനുവൽ ആൻഡ് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞൊരു കൃത്യമായ ഡിവിഷനൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിവിഷൻ വളരെ അനൗപചാരികമായിട്ടുണ്ടായി വരുന്നുണ്ട്. ശാരീരികമായി അധ്വാനിച്ച് പണിയെടുക്കുന്നതും ഈ തരത്തിൽ ഇൻ്റലക്ച്വലായിട്ട് ഇടുന്നുകൊണ്ട് പണിയെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞതിന് രണ്ടാമത് പറഞ്ഞതിന് കൂടുതൽ മാന്യതയുണ്ട്, അതിന് കൂടുതൽ ശമ്പളം കിട്ടുന്നു എന്നൊക്കെയുള്ളൊരവസ്ഥയുണ്ട്. അത് ശരിയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ലേബർ എന്ന് പറയുന്നത് ഈസ് പാർട്ട് ഓഫ് മാനുവൽ ലേബർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വേ യു ട്രാൻസെൻഡ് മാനുവൽ ലേബർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യു ട്രാൻസെൻഡ് മാനുവൽ ലേബർ എന്ന് മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ആശാരിയുടെ മനസ്സിൽ, ഒരു കാർപ്പൻ്ററുടെ മനസ്സിൽ ഒരു ചതുരം രൂപപ്പെട്ട് വരുമ്പോഴത്തേക്ക് ആ ചതുരത്തിൻ്റെ
വകഭേദങ്ങൾ, നമ്മൾ ഈ കൊറോണയുടെ വകഭേദം പോലെ വകഭേദങ്ങൾ രൂപപ്പെട്ടു വരുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്നത് മാനുവൽ ലേബറാണ്. മാനുവൽ ലേബർ ഇല്ലാതെ നിങ്ങൾക്കത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇഫ് ഇറ്റ് ഈസ് ടു ബി മെറ്റീരിയലൈസ്ഡ് ദർ ഷുഡ് ബി മാനുവൽ ലേബർ. അത് ആത്യന്തികമായിട്ട് മാനുവൽ ലേബറാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെ രണ്ടായിട്ട് ഭേദിക്കാൻ പറ്റില്ല. കളക്റ്റീവായിട്ട് ലേബർ എന്ന് പറയുമ്പോഴത്തേക്ക് ലേബർ ഒരു അവകാശമായിട്ട് വരികയാണ്. തൊഴിൽ നമ്മുടെ അവകാശമാണ്. ആ അവകാശം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. ആ കളക്റ്റീവ് ലേബർ ഫോഴ്സിനെ ഈ നിരാകരിക്കുകയും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഈ നോളജ് എക്കോണമിയെ ഇദ്ദേഹം തോമസ് ഐസക്ക് ഇവിടെ നമ്മുടെ ബഡ്ജറ്റിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാതിരിക്കുമല്ലോ. നമുക്ക് ഗവൺമെൻറ് വേണ്ട, അത് പറയാം. അതിന് നമുക്ക് ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഷ്ടസ്ഥിതിയിലെത്തിയത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഈ തരത്തിൽ വന്നൊരു അധിനിവേശം, അതായത് ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സ്വതന്ത്രമായിട്ടൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ്റിന് വളരെ വിദ്രോഹകരമാണ്. ആ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിനെ നിയന്ത്രിക്കാനായിട്ട് മോഡി വന്നതിന് ശേഷം ഈ ഹിന്ദുക്കളുടെ അല്ലാതെ എല്ലാ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിനെയും പിടികൂടാനായിട്ട് ശ്രമിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഫോറിൻ മണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നുണ്ട്. 10,000-കണക്കിന് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. പലതിൻ്റെയും പേരിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. ഇതിൽ തന്നെ അണ്ടർ ദി ഗവൺമെൻറ് പേട്രണേജ് വി ഹാവ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. അതാണ് നമുക്ക് ഏറ്റവും വിദ്രോഹകരമായിട്ടുള്ളത്. മറ്റേത് പിന്നെ അവർ സ്വതന്ത്രമായിട്ട് അവിടെ നിന്ന് പണം വരുന്നത് കള്ളക്കടത്ത് ചെയ്യുന്ന പോലെയുള്ളൊരു സ്വതന്ത്രമായിട്ട് കള്ളക്കടത്ത് ചെയ്യുന്ന പോലെയുള്ള ഇതല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ഈ പരിചരണത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് നമുക്ക് ദോഷം ചെയ്യുന്നോ ഗുണം ചെയ്യുന്നോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നോളജ് എക്കോണമി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തള്ളിക്കളാവുന്നൊരു കാര്യമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1995 മുതൽ നോളജ് എക്കോണമിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ലോക്ക്ഡൗണിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ യുക്തിയെ പരിഹസിക്കുന്ന തരത്തിൽ ലോക്ക്ഡൗൺ ഉള്ളത് കൊണ്ടാണ് സാമൂഹ്യ വ്യാപനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത്രയും അദ്ദേഹം പറയുകയാണ്. ജീവനല്ലേ പ്രധാനം, മനുഷ്യൻ്റെ ജീവനാണല്ലോ പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ ലോക്ക്ഡൗൺ അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രസ് റിഹേഴ്സൽ ഫോർ റെഡ്യൂസിങ് ലേബർ ഫോഴ്സ് വിച്ച് ഈസ് ദി അജൻഡ ഓഫ് ദിസ് നോളജ് എക്കോണമി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇത് പറഞ്ഞ 2 സ്ഥലത്ത് മുമ്പ് പറയുന്ന കാര്യം ഞാനടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കുറേ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനകം തന്നെ ഈ നോളജ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കളക്റ്റീവ്, അതായത് എക്സ്ക്ലൂഡിങ് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. വെടിവെച്ച് കൊല്ല് പിണറായി വിജയ, ആളുകളെ വെടിവെച്ച് കൊല്ല്, നിങ്ങളെ രോഗികളാക്കി കൊല്ല്, നിങ്ങൾ കൊറോണ വെടിവെച്ച് കൊല്ല്. ആളുകൾ മുഴുവൻ ഇങ്ങനെ ഈ ഭൂമി പരപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവർക്ക് അധ്വാനിക്കാനോ അധ്വാനത്തിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനോ ആ ഉൽപ്പന്നങ്ങളിലൂടെ നിലനിൽക്കാനോ അതിജീവിക്കുവാനോ ഉള്ളൊരു അവകാശമുണ്ട്. അത് വേണ്ട എന്ന് പറയുന്നൊരു നോളജ് എക്കോണമി നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ബഡ്ജറ്റാണല്ലോ കൊണ്ടുവന്നത്. ആ ബഡ്ജറ്റിലാണല്ലോ നോളജ് എക്കോണമിയെക്കുറിച്ച് പറഞ്ഞത്. ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ 2,443 രൂപയ്ക്ക് റോഡുണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഈ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ഇൻ്റർനാഷണലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നോളജ് എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ് അതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ടു ലിക്വിഡേറ്റ് ഗവൺമെൻറ് ഇല്ലാതാകുക എന്നുള്ളത്, സിവിൽ സൊസൈറ്റി മതി എന്നുള്ളത്, കിഫ്ബി മതി എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഉള്ളൊരു കാഴ്ചപ്പാടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിണറായി വിജയൻ ആദ്യം പറയേണ്ടത്. വെറുതെ മുഖ്യമന്ത്രി എന്നും കയറി ചടഞ്ഞിരുന്നാൽ പോരാ, ഇതിനെപ്പറ്റി അഭിപ്രായം പറയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ എഴുതി ചേർത്ത സംഭവമാണ്. വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം.
കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒക്കെ ദി പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ഇറ്റ് ഡോമിനേറ്റ്സ്. എന്നിട്ട് ഇവർ പറയുന്നു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. പ്രൊഡക്ഷൻ്റെ രംഗത്ത് നിന്ന് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്താൽ ഈ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തോ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യണോ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ അടുത്തൊരു വേവ് കൂടെ സൃഷ്ടിക്ക്, കൊറോണയുടെ കുറച്ചുകൂടെ മാരകമായ ഒരു വേവ് കൂടെ സൃഷ്ടിച്ച് കുറേ പേരെ കൊല്ല്. അല്ലാതെ എന്താ ചെയ്യുക? നമ്മളൊക്കെ പലതരം പണികൾ ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ് കേരളത്തിൽ. നിങ്ങൾ ലോക്ക്ഡൗൺ കൊണ്ടുവന്ന് അവരെ പൂട്ടുന്നത് എന്തിനാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവും. കാര്യം ഇറ്റ് ഈസ് ദി ഇൻറ്റൻഷൻ ഓഫ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് ടു റെഡ്യൂസ് അല്ലെങ്കിൽ to annihilate the existence of vast majority of labor force. ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം സാധാരണക്കാർ പണി ചെയ്യുന്നവരാണ്, പലതരം പണി ചെയ്യുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ലോക്ക്ഡൗൺ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് സഫർ ചെയ്യുന്ന കൊച്ചു കച്ചവടക്കാരൻ മുതൽ സകല തരത്തിൽ തെരുവിൽ ഇരുന്ന് ഈ പീഡിക ഇല്ലാതെ കച്ചവടം ചെയ്യുന്നവർ ഉൾപ്പെടെ പലതരം പണികളുമായിട്ട്, ഏജൻസി പണികളുമായിട്ട് നടക്കുന്നവർ, പലതരം ജീവിത വ്യാപാരങ്ങളുമായിട്ട് സഞ്ചരിക്കുന്നവർ, കൊച്ചു കൊച്ചു വരുമാനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായ ഒരു അസ്തിത്വമുണ്ട്. അവരെ മുഴുവനും പ്രൊഡക്ഷൻ്റെ ആ മേഖലയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഈ ഫേംസ് അതിൻ്റെ രീതിയിൽ വൻ കുതിപ്പുകൾ ഉണ്ടാക്കുകയും ഇവർ മറ്റൊരു ലോകമായിട്ട്, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എന്താണ്, സ്ലംസായിട്ട് മാറുകയും ഈ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് സ്ലമ്മേഴ്സായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് വിഭാവന ചെയ്യുന്നത്. അല്ല, ഇതിനേക്കാളും നിങ്ങൾ ഈ കൊറോണ വ്യാപിപ്പിച്ച ഈ തരത്തിൽ ഇപ്പോൾ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കൃത്രിമമായിട്ടൊരു സാമൂഹ്യ വ്യാപനം ഉണ്ടാക്കി. ഇപ്പോൾ ഇന്നും ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു കോവിഡ് രോഗി. ഇന്നും അദ്ദേഹത്തിന് ഒരു കോവിഡ് രോഗിയുടെ ശവം ഇന്നും നമ്മൾ കണ്ടു. ഇല്ലാത്ത കോവിഡ് ഇവിടെ ഈ രണ്ടാം തരംഗമെന്ന് പറഞ്ഞ് ഒരു കോവിഡ് ഇവിടെ വന്നിട്ടില്ല. ഒരു രണ്ടാം തരംഗവും കേരളത്തിൽ വന്നിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയ തരംഗമേ ഉള്ളൂ. നിങ്ങൾ കൃത്രിമമായി ടെസ്റ്റ് നടത്തി ഉണ്ടാക്കിയ തരംഗമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ആൾക്ക് പോലും രോഗമുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ജലദോഷത്തിൻ്റെ വൈറസിനെയും ഈ പറയുന്ന SARS-CoV-2 വൈറസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന എത്ര ലാബ് ഫെസിലിറ്റി നിങ്ങൾക്ക് കേരളത്തിലുണ്ട്? നിങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നവരാണല്ലേ. ആൻറ്റിജനിൽ അതിന് കഴിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ആൻറ്റിബോഡീസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ പണ്ട് ഉണ്ടായിട്ടുള്ളതിൻ്റെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ RT-PCR പറഞ്ഞില്ലേ, അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് അത് മുഴുവൻ, അതിൻ്റെ പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്താൽ അതിന് മനസ്സിലാകുന്ന അതിൻ്റെ വൈറൽ ലോഡെന്ന് പറയുന്നത് ഇൻഫെക്ഷന് ശേഷിയുള്ളതല്ല. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഇതിൻ്റെ സ്ട്രാൻഡ്സ് മുഴുവൻ പരിശോധിച്ചിട്ട് ആളുകൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രോഗബാധയൊന്നും ഉണ്ടാകില്ല. ഇവിടെ വെറുതെ രോഗബാധ ഉണ്ടായെന്ന് പറഞ്ഞ് കുറേ പേരെ ആശുപത്രി പിടിച്ചിട്ട് ഈ തരത്തിൽ എനിക്ക് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള രീതിയിൽ ആളുകളെ ഈ ഭയപരവശരാക്കിയിട്ട് ഒരു സംഭ്രമം പരത്തിയിട്ട് ഇപ്പോൾ ഓരോ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവരെല്ലാം രോഗികളാണെന്നൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. രോഗം അങ്ങനെ വിട്ടുപോകില്ല, കൂടെ വരും, പിന്നും വരും. നിങ്ങൾ ഇത് വാക്സിനേഷൻ ചെയ്താലും വരും. വാക്സിനേഷൻ ചെയ്താലും നിങ്ങൾ മാസ്ക് എടുത്തുകൊണ്ട് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ മനുഷ്യനെ പറഞ്ഞില്ലേ, ഇത് നിർത്തി വെടിവെച്ച് കൊല്ലുന്നില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അർത്ഥപ്രാണനാക്കി മാറ്റുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ പകുതി നിങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഓരോ വീട്ടിലും ജീവിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും ജീവൻ്റെ പകുതി നിങ്ങളെടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അവർ പഴയ പോലെയല്ല ജീവിക്കുന്നത്. പകുതി ജീവിതത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്, അസുഖത്തെക്കുറിച്ചുള്ള ഭയമാണ് ഓരോ കുടുംബത്തിലും നിങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടിരുന്നുകൊണ്ട് ഞാൻ 2443 രൂപയ്ക്ക് ഇവിടെ അങ്ങ് 100 ദിനം കൊണ്ട് രക്ഷിക്കാൻ പോകണമെന്നൊക്കെ ഇരുന്നുകൊണ്ട് പറയരുത്. ആദ്യം 20,000 കോടിയുടെ ടാക്സ് പിരിക്കും. ആദ്യം നിങ്ങൾ സാമ്പത്തിക വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി, സ്ഥൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എന്താണെന്ന് ചെയ്ത് കാണിക്കും. ചുമ്മാ രോഗത്തിൻ്റെ ഈ ഭയം വ്യാപിപ്പിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് ഈ ജീവിതത്തിൻ്റെ നോർമൽസി എന്ന് പറയുന്നൊരു സംഭവത്തെ ഇല്ലാതാക്കി അനിഹിലേറ്റ് ചെയ്ത് ഈ തരത്തിൽ ഈ ലോക മുതലാളിത്തത്തിന് വേണ്ടി ലേബർ ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് എല്ലാവരും വീട്ടിലൊതുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുക, തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക, തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഈ
അഡ്വാൻസ്ഡ് ടെക്നോളജി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും സാധിക്കും. അതല്ല പറഞ്ഞത്, ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണമെന്നില്ല. നമുക്ക് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ടീച്ചർ. മനുഷ്യൻ വേണമെന്നില്ല. ആ തരത്തിൽ എക്സ്ക്ലൂഷൻ ഓഫ് ലേബർ ഫോഴ്സ് അതാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് എ മസ്റ്റ് ഈവൻ ഇൻ എനി സെക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു സെക്ടറിലും, എഡ്യൂക്കേഷൻ്റെ ഒരു സെക്ടറിലും, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തുടിക്കുന്ന ഒരു പ്രകൃതമാണത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എന്താണെന്ന് അറിയുന്നവന്, അത് വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവന്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവന്, വിദ്യാഭ്യാസത്തിൻ്റെ ചൈതന്യം എന്താണെന്ന് അറിയുന്നവനെ അത് മനസ്സിലാവും. അത് നിങ്ങളീ പറയുന്ന പോലെ എല്ലാ യന്ത്രസജ്ജീകരണങ്ങളിലൂടെ നമുക്ക് കഴിയുന്നില്ല. നമ്മളിപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ സഞ്ചാരത്തിൻ്റെ ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, നമ്മൾ കാലുകളില്ലാതായി തീരുകയും ചെയ്യുന്നില്ല. നമുക്ക് കാലുകളുണ്ട്, കാലുകൾ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് കുറച്ചുകൂടി വേഗം വേണം. വേഗം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. സമയം കിട്ടുമ്പോൾ നമുക്ക് ആ സമയത്തിന് കുറേ കൂടി ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേഗം കൂടുമ്പോൾ നമുക്ക് കൂടുതൽ സമയമുണ്ടായി വരികയാണ്. സമയമുണ്ടായി വരുമ്പോൾ ആ സമയമൊക്കെ വിനിയോഗിച്ച് ചെയ്യേണ്ടുന്ന ജോലി ഇവിടെ ഇല്ലാതായി തീരുകയാണ്. സമയത്തിൻ്റെ ആധിക്യം ഉണ്ടായി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ 7 ദിവസവും ജോലി ചെയ്യേണ്ട, 2 ദിവസം ശനിയും ഞായറും നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് വീട്ടിലിരുത്തുമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു തൊഴിൽ വ്യവസ്ഥയുടെ മുന്നറിയിപ്പായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ എന്താ ശനിയും ഞായറും എന്താ പ്രത്യേകത? ശനിയും ഞായറും 2 ദിവസം അറസ്റ്റ് ചെയ്ത് വീട്ടിലിരുത്തുമ്പോഴത്തേക്ക് രോഗം കുറയുമെന്നൊക്കെ പറയുന്നത് മനുഷ്യന് സഹിക്കാനാകാത്ത ഒരു ദുരന്ത ഫലിതമാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയൊന്നും നടക്കുന്നില്ല. നിങ്ങളങ്ങനെ അറസ്റ്റ് ചെയ്തിരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ ഇടങ്ങൾ നഷ്ടപ്പെടുത്തുക, അതായത് സമയം, അതായത് വേഗം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിൽ കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ റെയിൽപാത ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ 2 അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് 24 മണിക്കൂർ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പോകുമ്പോൾ 23 മണിക്കൂർ സമയം നിങ്ങൾക്ക് ലാഭിക്കുകയാണ്. 23 മണിക്കൂർ സമയം ലാഭിക്കുമ്പോഴത്തേക്ക് ആ സമയം പ്രയോജനപ്പെടുത്തി ജോലി ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ആളില്ല. സമയം എക്സസൈസായിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക. നമ്മൾ കശുവണ്ടി ഫാക്ടറിയിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത്, തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത്, ലേബർ ഫോഴ്സിനെ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് ലോക്ക്ഡൗണിലൂടെ മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പോലെ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അന്തർദേശീയ തലത്തിൽ ഈ ലോക്ക്ഡൗൺ ഒരു അവസരമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഈ രോഗത്തെ ഒരു അവസരമാക്കിക്കൊണ്ട് അന്തർദേശീയ തലത്തിൽ ലോക്ക്ഡൗൺ കൊണ്ടുവരുമ്പോൾ ഈ സാർവദേശീയ മുതലാളിത്തം ആഗ്രഹിച്ചത്. ആ തരത്തിൽ ആളുകളെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അതിൽ കവിഞ്ഞ് നിങ്ങൾ എവിടെയൊക്കെ ഒരു പക്ക ഏജൻ്റ് എന്നതിൽ കവിഞ്ഞ്, അവരുടെ ഒരു അടിമ എന്നതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് യാതൊരു അസ്തിത്വവുമില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ സ്വന്തം സഹജീവികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലോട്ട് പോയാൽ നിങ്ങൾ എന്തെങ്കിലും അമ്മായിയപ്പൻ്റെ 16 അടിയന്തരത്തിനാണ് പോകുന്നതെന്ന് സത്യവാങ്മൂലം കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് ഏത് നാടാണ്? അങ്ങനെ ഒരു രോഗം വന്ന് നമ്മുടെ കഴുത്തി തൂങ്ങിയിട്ടുണ്ടോ? ഒരു രോഗവും കഴുത്തി തൂങ്ങിയിട്ടില്ല. നിങ്ങൾ ആളുകളെ രോഗം പിടിപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ രോഗം നട്ടുപിടിപ്പിക്കുകയാണ്. നട്ടുപിടിപ്പിച്ചിട്ട് അവരെ അവശരാക്കുകയാണ്. അവർ ഒളിച്ചിരിക്കണമെന്നും അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപകടമാണെന്നും അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പ്രചാരണ വ്യൂഹം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്നലെ ഏതോ ഒരു പത്രപ്രവർത്തകൻ ഇത് ദുസ്സഹമാണെന്നല്ലോ എന്നൊക്കെ പറയുന്നു. ഇത് അനുഭവിക്കുന്നവനെ അതിൻ്റെ ദുഃഖം അറിയൂ. ഈ അസ്വതന്ത്രതയുടെ ദുഃഖം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുമ്പോഴോ, പണ്ട് നാട്ടുരാജാക്കന്മാർ ഇന്ത്യയെ ഭരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇവിടെ ചാതുർവർണ്ണ കാലത്ത് ഇവിടെ
അത് ഈ പിന്നോക്ക അവർണ സമൂഹമോ അല്ലെങ്കിൽ ആദിവാസി ട്രൈബൽ സമൂഹമോ അനുഭവിച്ചിരുന്ന ആ അസ്വതന്ത്രതയെക്കാളും തീവ്രമാണ്, അല്ലെങ്കിൽ അതിനെ പോലെ തീവ്രമാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ്റെ ജീവിതം പൂട്ടിക്കെട്ടുക എന്ന് പറയുന്നതാണ്. അതിനു വേണ്ടിയുള്ള ആസന്നമായ അപകടമൊന്നും ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാതെ നിങ്ങൾ അതിനിടയ്ക്ക് 100 പ്രവൃത്തി ദിനങ്ങൾ കണ്ടെത്തുമെന്നും ആ 100 പ്രവൃത്തി ദിനങ്ങളിലൂടെ നിങ്ങൾ പറഞ്ഞില്ലേ, മൂന്നാം വരവിന് ഒരു ഭാഗത്ത് മൂന്നാം വരവിന് വേവിന് തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പിന്നെ വീണ്ടും ആശുപത്രി വികസിപ്പിക്കുകയാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ 100 ദിന പരിപാടിയും കൂടെ കൊണ്ടുവരികയാണെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് കയറിയിരുന്നുണ്ട്. അതും ധനകാര്യമന്ത്രിയുടെ ഈ ശരീരത്തിലും തലയിലും ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ കൃഷി വകുപ്പ് മന്ത്രിയെ ചവിട്ടിക്കൊണ്ട്, അവരുടെയൊക്കെ തലയിൽ കയറിയിരുന്നുകൊണ്ട് നിങ്ങൾ ഈ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് യാതൊരു കാരണവശാലും ഈ ഒരു ഭരണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അനുവദനീയമല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് ഏറ്റവും ദുഃഖകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടുപോകാമെന്ന്, ലോക്ക്ഡൗൺ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവസാനം വരുമ്പോഴത്തേക്ക് കളക്റ്റീവ് ലേബർ ഫോഴ്സിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഈ നോളജ് എക്കോണമിയുടെ ഒരു ട്രസ്റ്റ് റിഹേഴ്സലായിട്ട് വരുന്നു ഇൻ്റർനാഷണലായിട്ട് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. സ്വീഡൻ അത് വേണ്ടെന്ന് പറഞ്ഞു, പലരും ഭാഗികമായിട്ട് മാത്രമേ ലോക്ക്ഡൗൺ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഉടലോടെ വിഴുങ്ങി എത്ര കാലം ഇതിനെ നീട്ടിക്കൊണ്ടുപോകാം എന്നാലും എന്ന് വെച്ചാൽ വീണ് തറയിൽ കിടക്കുകയാണ്, സാമ്പത്തികമായിട്ട് വീണ് ഇഴയുകയാണ്. എന്നിട്ടും ലോക്ക്ഡൗൺ എന്ന് പറയുന്നതിന് യാതൊരു ഉളുപ്പുമില്ലാത്ത, നമ്മളൊരു ജീവൻ മരണ പോരാട്ടത്തിലാണെങ്കിലും മനസ്സിലാക്കണം സാമ്പത്തികമായിട്ട്. ആ തരത്തിലുള്ളൊരു ഭരണാധികാരിയെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? ഇവിടെ നിർത്തുകയാണ്.